നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. തുലാരാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി പരിശോധിക്കാം. നിലവിൽ നിങ്ങളുടെ രാശിയാധിപനായ ശുക്രൻ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ 3-ന് ശുക്രൻ സ്ഥാനം മാറി നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കും. തൊഴിലിന്റെയും കർമ്മത്തിന്റെയും സ്ഥാനമായ 10ാം ഭാവത്തിൽ ദേവഗുരുവായ വ്യാഴം അതീവ ബലവാനായി ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലാണ് ധൈര്യത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമായ ചൊവ്വ നിൽക്കുന്നത്. നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ ബുദ്ധിശക്തിയുടെ ഗ്രഹമായ ബുധൻ, ആത്മാവിന്റെയും നേതൃത്വത്തിന്റെയും കാരകനായ സൂര്യൻ, ഒപ്പം കേതുവും നിൽക്കുന്നു. ബുദ്ധി, വിദ്യാഭ്യാസം, പ്രണയം, സന്താനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിലാണ് നിഴൽ ഗ്രഹമായ രാഹുവിന്റെ സ്ഥാനം. ശത്രുക്കൾ, രോഗങ്ങൾ, മത്സരങ്ങൾ, കടങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 6ാം ഭാവത്തിൽ കർമ്മഫലദാതാവായ ശനിദേവൻ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ സെപ്റ്റംബർ 3 വരെ 12ാം ഭാവത്തിലാണ് തുടരുന്നത്. എന്നാൽ സെപ്റ്റംബർ 3-ന് ശേഷം ശുക്രൻ സ്വന്തം രാശിയായ തുലാവത്തിലേക്ക് പ്രവേശിക്കും. ഈ മാറ്റം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. മനസ്സിന് വലിയ ഉന്മേഷവും ശരീരത്തിന് നല്ല ഊർജ്ജസ്വലതയും ലഭിക്കാനും കൂടുതൽ പ്രസരിപ്പോടെ കാര്യങ്ങൾ ചെയ്യാനും ഇത് സഹായിക്കും. ജാതകത്തിലെ 5ാം ഭാവമാണ് പ്രധാനമായും വയറ്, ദഹനവ്യവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്നത്. 5ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുകയും 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ മാസത്തിന്റെ തുടക്കത്തിൽ വയറുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. പ്രത്യേകിച്ച് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രോഗങ്ങളുടെ ഭാവമായ 6ാം ഭാവത്തിൽ ശനിദേവൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭക്ഷണരീതികളിലും യാത്രകളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും പതിക്കുന്നുണ്ട്. അതിനാൽ കൂടുതൽ സമയം നടക്കേണ്ടി വരുമ്പോഴോ നിൽക്കേണ്ടി വരുമ്പോഴോ കാലുകൾ, ഉപ്പൂറ്റി, പാദങ്ങൾ എന്നിവിടങ്ങളിൽ ചെറിയ വേദന അനുഭവപ്പെടാനിടയുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയും ചെറിയ വ്യായാമങ്ങൾ ശീലമാക്കുകയും ചെയ്താൽ പൂർണ്ണ ആരോഗ്യത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ജാതകത്തിലെ 5ാം ഭാവമാണ് പ്രധാനമായും വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, പ്രണയം, സന്താനങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നത്. നിലവിൽ 5ാം ഭാവത്തിൽ നിഴൽ ഗ്രഹമായ രാഹു സ്ഥിതി ചെയ്യുന്നു. ഡിസംബർ 6 വരെ രാഹു ഈ ഭാവത്തിൽ തന്നെ തുടരും. എന്നാൽ ഇതുകൊണ്ട് പഠനത്തിൽ പൂർണ്ണ പരാജയമുണ്ടാകുമെന്നോ പഠനം വളരെ മോശമാകുമെന്നോ കരുതേണ്ടതില്ല. രാഹുവിന്റെ സാന്നിധ്യം പ്രധാനമായും ഉണ്ടാക്കുന്നത് ചിന്തകളിലെ അവ്യക്തതയും ഏകാഗ്രത കുറവുമാണ്. ഒരേ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം തോന്നിയേക്കാം. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഉന്നത പഠനത്തിന് ഏത് കോളേജിൽ ചേരണം, ഏത് കോച്ചിങ് സെന്ററാണ് നല്ലത് എന്നതിലൊക്കെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായേക്കാം. നിലവിൽ ശനിദേവൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയുകയും 5ാം ഭാവത്തിൻ്റെതായ ശുഭഫലങ്ങൾ കൂടുതലായി ലഭിക്കുകയും ചെയ്യും. അതിനാൽ പഠനത്തിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല. സുഹൃത്തുക്കളോ മറ്റു വ്യക്തികളോ നൽകുന്ന അനാവശ്യ വാഗ്ദാനങ്ങളിലും തെറ്റായ ഉപദേശങ്ങളിലും പെട്ട് സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ സ്വയം ശ്രദ്ധിക്കണം. സ്വന്തം കഴിവിനെയും താല്പര്യത്തെയും വിശ്വസിച്ച് മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ കൃത്യമായ മാർഗനിർദ്ദേശത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പഠനത്തിൽ മികച്ച വിജയം നൽകും. ജാതകത്തിൽ ദാമ്പത്യം, കൂട്ടുജീവിതം, പങ്കാളിത്തം എന്നിവയെ സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിന്റെ അധിപൻ ചൊവ്വയാണ്. നിലവിൽ ചൊവ്വ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദാമ്പത്യത്തിൽ വളരെ പോസിറ്റീവായ ഫലങ്ങൾ നൽകും. സെപ്റ്റംബർ 19 വരെയുള്ള സമയം ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് വളരെ മനോഹരവും സന്തോഷകരവുമായിരിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് ജോലിയിലോ സാമ്പത്തിക കാര്യങ്ങളിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ വലിയ ഭാഗ്യവും പുരോഗതിയും ഉണ്ടാകും. ദമ്പതികൾ ഒന്നിച്ച് ദൂരയാത്രകളോ വിനോദയാത്രകളോ പുണ്യസ്ഥല സന്ദർശനങ്ങളോ നടത്താൻ
അനുകൂലമായ സാഹചര്യമൊരുങ്ങും. ഭാവിയെ കരുതി വസ്തുവകകൾ വാങ്ങാനോ പുതിയ ബിസിനസ്സിലോ സ്കീമുകളിലോ നിക്ഷേപങ്ങൾ നടത്താനോ മികച്ച സമയമാണിത്. സെപ്റ്റംബർ 19 ശേഷം ചൊവ്വ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ നീചാവസ്ഥയിൽ അഥവാ ബലഹീനനാവുകയും ചെയ്യും. ഈ മാറ്റം പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ക്ഷമയില്ലായ്മ, അകാരണമായ ദേഷ്യം, പെട്ടെന്ന് പ്രകോപിതരാവുക എന്നിവ കണ്ടേക്കാം. സെപ്റ്റംബർ 19 ശേഷമുള്ള ദിവസങ്ങളിൽ കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങളോ വാഗ്വാദങ്ങളോ ഉണ്ടാകാതിരിക്കാൻ സംസാരത്തിൽ വളരെയധികം വിട്ടുവീഴ്ചയും സംയമനവും പാലിക്കണം. ജീവിത പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ മറുവാക്കു പറയാതെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. ജാതകത്തിലെ 9ാം ഭാവമാണ് ഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസം, ധാർമ്മിക കാര്യങ്ങൾ, ദൂരയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ 9ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ മാസത്തിന്റെ തുടക്കത്തിൽ ലാഭഭാവമായ 11ാം ഭാവത്തിലും തുടർന്ന് 12ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലും സഞ്ചരിക്കും. ഭാഗ്യാധിപൻ ഇത്തരത്തിൽ അതീവ ബലവാനാകുന്നത് ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം പൂർണ്ണമായും കൊണ്ടുവരും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടാൻ ശ്രമിക്കുന്നവർക്കും ഇത് സുവർണാവസരമാണ്. 12ാം ഭാവത്തിലെ ബുധന്റെ ഉച്ചസ്ഥിതി വിദേശയാത്രകൾ, വിദേശ പഠനം, സ്കോളർഷിപ്പുകൾ, വിസ സംബന്ധമായ നടപടിക്രമങ്ങൾ എന്നിവ തടസ്സങ്ങളില്ലാതെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും. ജോലിയിലോ ബിസിനസ്സിലോ പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ്. പുതിയ പ്രൊജക്ടുകൾ, ബിസിനസ് വിപുലീകരണങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനുകൾ എന്നിവ രൂപീകരിക്കാൻ ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള ദൂരയാത്രകൾ ഫലപ്രദമായി മാറും. മുൻപ് പരാജയപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും അനുകൂലമായി മാറുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ അധ്വാനമാണ് ഈ ഫലങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മാർത്ഥത പുലർത്തിയാൽ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയവും ആഗ്രഹപൂർത്തീകരണവും ഈ കാലയളവിൽ കൈവരിക്കാൻ സാധിക്കും. ജാതകത്തിലെ 10ാം ഭാവമാണ് കർമ്മരംഗം, ജോലി, അധികാരം, പദവികൾ എന്നിവയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ 10ാം ഭാവത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ഈ കർമ്മഭാവത്തിലാണ് ദേവഗുരുവായ വ്യാഴം അതീവ ബലവാനായി ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത്. ഇത് ജോലിയിലും ബിസിനസ്സിലും ഉന്നതമായ സ്ഥാനമാനങ്ങളും സാമൂഹിക അംഗീകാരവും നേതൃത്വ പദവികളും തേടിയെത്താൻ കാരണമാകും. നിലവിൽ ജോലിയില്ലാത്തവർക്കും പുതിയൊരു തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇന്റർവ്യൂകളിൽ മികച്ച വിജയം നേടാനും ആകർഷകമായ ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. ഈ സെപ്റ്റംബർ മാസത്തിലോ തുടർന്നു വരുന്ന 2-3 മാസങ്ങൾക്കുള്ളിലോ അർഹമായ മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അധ്യാപകർ, സ്കൂൾ കോളേജ് പ്രൊഫസർമാർ, ലെക്ചറർമാർ, ട്രെയിനർമാർ, പ്രഭാഷകർ എന്നിവർക്ക് വലിയ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. ബിസിനസ് മാനേജ്മെന്റ്, HR, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, കൺസൾട്ടൻസി, കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രമോഷനും അർഹമായ ശമ്പള വർധനവും കൈവരും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി കാരണം ഈ മേഖലകളിൽ ധനലാഭം വർദ്ധിക്കും. സ്വന്തമായി വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് മികച്ച ലാഭവും ബിസിനസ് വിപുലീകരണ സാധ്യതകളും വന്നുചേരും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കയറ്റുമതി ഇറക്കുമതി രംഗത്തുള്ളവർക്കും വൻ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. കമ്പ്യൂട്ടർ, IT, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ ആധുനിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഓർഡറുകൾ വർദ്ധിക്കുകയും ഉയർന്ന സാമ്പത്തിക വളർച്ചയുണ്ടാവുകയും ചെയ്യും. പഠനത്തിൽ മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്നതിനും പ്രണയ ദാമ്പത്യ ജീവിതത്തിലെ അനാവശ്യ തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഒഴിവാക്കുന്നതിനും ശനിദേവന്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ദിവസവും കുളിച്ച് ശുദ്ധിയോടെ ശനിസ്തോത്രം 108 തവണ ജപിക്കുക. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ അകറ്റാനും ശത്രുദോഷങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും നിത്യവും ഭക്തിയോടെ ഹനുമാനെ ഭജിക്കുക. കുടുംബത്തിൽ ഐശ്വര്യവും തൊഴിൽ രംഗത്തുന്നതിയും ധനലാഭവും ഉണ്ടാകുന്നതിനായി നിത്യവും വിഷ്ണു സഹസ്രനാമം
ഭക്തിപൂർവം ജപിക്കുകയോ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. തുലാം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.